അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വായിക്കാം. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു നീരുറവ കണ്ടു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. അവൾ കണ്ട നീരുറവ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം ചിന്തിക്കുവാൻ. കാരണം ദൈവം ഒരു നീരുറവ തുറന്നു എന്നല്ല, അവളുടെ കണ്ണ് തുറന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭാവിക്ക് വേണ്ടി നാം വളരെ അധ്വാനിക്കുന്നവരാണ്. പല വ്യക്തികളും അധ്വാനിക്കുന്നത് ലക്ഷ്യബോധമില്ലാതെയാണെന്ന് മാത്രം. അധ്വാന ഫലം അനാവശ്യ ചിലവിലേക്ക് മാറിപ്പോകുമ്പോൾ വീണ്ടും വീണ്ടും കഠിനാധ്വാനം ചെയ്ത് നിരാശരായിത്തീരുന്നു. ഇതുപോലെ അധ്വാനിച്ച ഒരു സഹോദരിയെക്കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. മാർത്തയാണ് ആ സഹോദരി. എന്നാൽ മറ്റൊരു സഹോദരി മറിയയാണ്. മറിയായുടെ കണ്ണ് തുറക്കപ്പെട്ടതാകയാൽ ജീവൻ്റെ ഉറവയായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 30-ാം വാക്യത്തിൽ പിറവിക്കുരുടൻ പറയുകയാണ്, എൻ്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്നെന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. ഈ കുരുടനായിരുന്ന വ്യക്തി അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ യേശു ആരാണെന്ന് മനസ്സിലാക്കി. ഹാഗാറിൻ്റെ കണ്ണ് തുറന്നാണ് ഇരുന്നിരുന്നത്, എന്നിട്ടും നീരുറവ കണ്ടില്ല. എന്നാൽ നീരുറവ കാണുവാൻ തക്കവണ്ണം അവളുടെ കണ്ണ് കർത്താവ് തുറന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഹാഗാറിൻ്റെ നിലവിളി കൊണ്ടല്ല, പിന്നെയോ ഹാഗാറിൻ്റെ മകനായ ഇസ്മായേൽ കരയുന്നത് ദൈവം കേട്ടതുകൊണ്ടാണ്. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ ബാലൻ്റെ നിലവിളി കേട്ടു എന്നാണ്. ബാലൻ പരിഹാസിയായിരുന്നു എന്നാണ് സാറായുടെ വാക്കിൽ കൂടി നാം കേട്ടിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ദൈവം അവൻ്റെ നിലവിളി കേട്ടു എന്ന് ചോദിച്ചാൽ, അത് ഇസ്മായേലിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാം മൂലമായിരുന്നു അത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. അവനോട് കൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട്, ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നുവെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ വാക്യങ്ങൾ ഞാൻ വായിച്ചതെന്ന് ചോദിച്ചാൽ, കണ്ണ് കാണുന്നവരായ യഹൂദന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ കുരുടനായിരുന്ന യൗവനക്കാരൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, ദൈവം നമ്മുടെ കണ്ണ് തുറന്നാലേ കണ്ണ് കാണുന്നവരായാലും നമുക്ക് യേശുവിനെ മനസ്സിലാക്കുവാനും യാഥാർത്ഥ്യം അറിയുവാനും കഴിയൂ. അതുകൊണ്ട് ദൂരക്കാഴ്ച അഥവാ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ച ലഭിച്ച നാം അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. അബ്രഹാമിനെ പോലെ കർത്താവ് നമ്മെയും വിളിച്ചിറക്കി ദൂരക്കാഴ്ച തന്നു. ദൂരക്കാഴ്ച ലഭിക്കാത്ത അബ്രഹാമിൻ്റെ അപ്പനും അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തും ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ കഴിയാതെ വഴി പിരിഞ്ഞു പോയി. ദൈവവിളി കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മോടൊപ്പം ഓടിത്തുടങ്ങിയവർ പലർ ഓട്ടം നിർത്തി അണയ്ക്കുകയാണ്. അവരുടെ കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ദൂരക്കാഴ്ച അവർക്കില്ലാത്തത് കൊണ്ടാണ് അവർ നിൽക്കുന്നത്. അപ്രകാരം നിൽക്കുവാനല്ല, ഓടുവാനാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് അടുപ്പിച്ചിട്ടുള്ളത്. അബ്രഹാമിൻ്റെ അപേക്ഷപ്രകാരം ലോത്തിനെ ഓർത്ത് വിടുവിച്ചവൻ, അബ്രഹാമിൻ്റെ നിലവിളി മാനിച്ച് ഇസ്മായേലിൻ്റെ കരച്ചിൽ കേട്ടവൻ നമ്മുടെ കരച്ചിലും കേൾക്കാതിരിക്കുകയില്ല. അബ്രഹാമിനെ പോലെ തന്നെ നാമും എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കണം. ഹാഗാറിൻ്റെ കണ്ണു തുറന്നപ്പോൾ തൻ്റെ മകൻ്റെ കരച്ചിൽ മാറുവാൻ തക്കവണ്ണം പാത്രത്തിൽ അവൾ ജലം നിറച്ച് മകനെ കുടിപ്പിച്ചു. നാമും കണ്ണ് തുറക്കപ്പെട്ടവരാകയാൽ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ജീവൻ്റെ ജലം പ്രാപിച്ച് മറ്റുള്ളവർക്ക് പകരുവാൻ പ്രാപ്തരാകണം. കാരണം താൽക്കാലികമായ നന്മകളല്ല, നിലനിൽക്കുന്ന ഉത്തമ സമ്പത്താണ് നാം ആഗ്രഹിക്കേണ്ടത്. ഹാഗാർ അല്പം താഴ്മയുള്ളവളായി അബ്രഹാമിൻ്റെയും സാറായുടെയും ദൈവത്തിൽ ആശ്രയിച്ച് സാറയ്ക്ക് കീഴടങ്ങി ജീവിച്ചിരുന്നെങ്കിൽ, സാറായെ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അബ്രഹാമിനോടും സാറായോടും കൂടെ
എലയാസറെ പോലെ തന്നെ സമാധാനത്തോടും സന്തോഷത്തോടും താൻ പ്രസവിച്ച ഇസ്മായേലുമായി ജീവിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിന് കഴിയാതെ ഹാഗാർ ദൈവഭവനത്തിൽ നിന്നും തള്ളപ്പെട്ടവളായിത്തീർന്നു. അവളും അവളുടെ മകനും ഇപ്പോൾ മരുഭൂമിയിൽ അബ്രഹാമിനാൽ തള്ളപ്പെട്ടവരായി ദാഹം കൊണ്ട് വലയുന്നു. എന്താണ് ഇതിന് കാരണമെന്ന് നാം മനസ്സിലാക്കണം. തൻ്റെ യജമാനത്തി തനിക്ക് തൻ്റെ ഭർത്താവിനെ തരികയും അവനാൽ താൻ ഗർഭിണിയാവുകയും ചെയ്തപ്പോൾ മിസ്രൈമിൽ നിന്നും സാറ വില കൊടുത്തു മേടിച്ച ഹാഗാർ എന്ന സാറായുടെ ദാസി സാറായെ ധിക്കരിക്കുകയാണ്. ഗർഭിണിയായ ഹാഗാർ മച്ചിയായ സാറായെ പെനിന്ന ഹന്നയെ നിന്ദിച്ചതുപോലെ നിന്ദിക്കുകയാണ്, ധിക്കരിക്കുകയാണ്. സാറ ഹാഗാറിനാൽ കഷ്ടപ്പെടുകയാണ്. ഒരുപക്ഷെ ചിലരെങ്കിലും പറയും, സാറയ്ക്ക് ഹാഗാറിനോട് അവൾ ഗർഭിണിയായപ്പോൾ അസൂയ കൊണ്ട് ഹാഗാറിനെതിരെ തിരിഞ്ഞതാണെന്ന്. എന്നാൽ അത് തെറ്റായ ചിന്താഗതിയാണെന്ന് സാറായുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രൈമദാസിയായ ഹാഗാരിനെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. നാം കേട്ട വാക്യങ്ങളിൽ സാറായിയാണ് ഹാഗാരിനെ അബ്രഹാമിന് കൊടുത്തത്. തൻ്റെ ഭർത്താവിൻ്റെ ഒരു കുഞ്ഞിനെ ഹാഗാരിൽ കൂടിയാണെങ്കിലും തനിക്ക് ലഭിക്കുമല്ലോ എന്നോർത്തിട്ടാണ് അപ്രകാരം ചെയ്തത്. അങ്ങനെ തൻ്റെ ഭർത്താവിന് താൻ കൊടുത്ത തൻ്റെ ദാസി ഗർഭിണിയാകുമ്പോൾ ഹാഗാരിനോട് അസൂയ തോന്നേണ്ട കാര്യമില്ലല്ലോ. അനേക ദാസന്മാർ അബ്രഹാമിൻ്റെ വീട്ടിലുണ്ട്. 318 അഭ്യാസികൾ അബ്രഹാമിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ദാസന്മാരുടെ മക്കളാണ് എന്ന് നാം ഓർക്കണം. എലയാസർ കാര്യസ്ഥനായ അബ്രഹാമിനുണ്ട്. ഏറ്റവും കുറഞ്ഞത് 500ഓളം ആളുകൾ മക്കളില്ലാത്ത അബ്രഹാമിൻ്റെ വീട്ടിലുണ്ട്. അനേകം കന്നുകാലിക്കൂട്ടങ്ങൾ ബഹുസമ്പന്നനായ അബ്രഹാമിനുണ്ട്. അവരെല്ലാവരും അബ്രഹാമിനെയും സാറായെയും അനുസരിക്കുന്നവരായിരുന്നു. അവരാരും അബ്രഹാമിൻ്റെ മക്കൾ അല്ലായിരുന്നു. എന്നിട്ടും അബ്രഹാമിനോടും സാറായിയോടും ഒപ്പം സന്തോഷത്തോടെ അബ്രഹാമിൻ്റെ ദൈവഭവനത്തിൽ ഒരുമിച്ച് താമസിച്ചു. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനും ദൈവത്തെ അനുസരിക്കുന്നവനും ആയിരുന്നതിനാലാണ് അബ്രഹാമിൻ്റെ ഭവനത്തെ ദൈവഭവനമെന്ന് ഞാൻ പറഞ്ഞത്. അതെ, ഇപ്പോൾ അനേകർ അബ്രഹാമിൻ്റെ തണലിൽ സന്തോഷിക്കുമ്പോൾ അബ്രഹാമിൻ്റെ മകനും അവൻ്റെ അമ്മയും മരുഭൂമിയിൽ വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്നു. ഇന്ന് നാം ദൈവഭവനത്തിലാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം മുഖം നോക്കാതെ നന്മകൾ തരുന്നു. വെയിലും മഴയും ധാന്യവും വസ്തുക്കളും മക്കളും നിലങ്ങളും സകലവിധ സമ്പത്തും ആശ്വാസവും രോഗസൗഖ്യവും സമാധാനവും സന്തോഷവും എന്നു വേണ്ട സകല സൗഭാഗ്യങ്ങളും സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും തൻ്റെ സൃഷ്ടികളായ ഭൂമിയിലെ മനുഷ്യർക്ക് ദൈവം നൽകി തന്നുകൊണ്ടിരിക്കുന്നു. അനേകർ തങ്ങളാണ് അപ്പനെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സകല മനുഷ്യരെയും സ്വർഗത്തിലെ ഏക ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് സകല മനുഷ്യരെയും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാ മനുഷ്യർക്കും 2 കൈയുണ്ട്, മൂക്കുണ്ട്, നാക്ക്, കണ്ണ്, തല, ഷേപ്പ് എല്ലാം ഒരുപോലെ വ്യത്യസ്ത മുഖച്ഛായയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. പല അപ്പനാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെങ്കിൽ ഇതുപോലെ സംഭവിക്കുകയില്ലല്ലോ. മനുഷ്യർക്ക് ഭൂമിയിൽ അപ്പനും അമ്മയുമുണ്ട്. ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യർക്ക് ജീവൻ നൽകുന്നവനായ സൃഷ്ടാവിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. പല അപ്പനാണെങ്കിൽ ഇതുപോലെ സംഭവിക്കുകയില്ലല്ലോ. ഓർക്കുക, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നന്മകൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് നാം മരിക്കുന്നത് വരെ മാത്രമാണ്. അതുവരെ മാത്രമേ നമുക്ക് എല്ലാവർക്കും ദൈവമക്കൾ എന്ന പേരിൽ അഥവാ ദൈവമക്കളായി ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയൂ. നാം മരിച്ചു കഴിഞ്ഞാൽ ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ ദൈവഭവനത്തിലേക്ക് പ്രവേശനം ലഭിക്കൂ. ദൈവകൽപ്പന ധിക്കരിച്ച് പാപം ചെയ്ത് ദൈവത്തെ അനുസരിക്കാതെ ജീവിച്ചവർ ഹാഗാരിനെ പോലെ എന്നേക്കുമായി ദൈവസാന്നിധ്യം വിട്ട് സമാധാനവും സന്തോഷവും വിട്ട് സാത്താനും അവൻ്റെ സൈന്യവും കിടക്കുന്ന ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴേണ്ടി വരും. അപ്രകാരം നാം നശിച്ചു പോകാതിരിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. നാം യേശുവിൻ്റെ കാൽവരിയിലെ യാഗത്തെ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും പാപം ചെയ്യാതെ ബൈബിൾ വായിക്കുകയും അനുസരിക്കണമെന്ന് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ
ഈ ഭൂമിയിൽ തന്നെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാനും മരണശേഷം നമുക്ക് ദൈവത്തോടു കൂടെ വസിക്കുവാനും ഇടയായിത്തീരും. കാരണം യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധിയുള്ളവരാക്കി തീർക്കുകയും യേശു തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാം ദൈവമക്കളായി തീരുന്നു. ദൈവമക്കൾ ദൈവഭവനത്തിലാണല്ലോ വസിക്കേണ്ടത്. ആകയാൽ നമുക്ക് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവമക്കളായി തീർന്ന് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമെന്നടിയൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. അന്ത്യത്തോളം അങ്ങയുടെ വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.